ചെസ്സിൽ ആദ്യ നീക്കത്തിൽ തന്നെ എതിരാളിയെ ഞെട്ടിക്കണോ? അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെരി അൺയൂഷ്വൽ ഓപ്പണിംഗ് ആണ്, ഡ്രോപ്പ് ഓപ്പണിംഗ്. വെള്ള ആദ്യം തന്നെ G4 കളിക്കുന്നു. സാധാരണ നമ്മൾ കാണുന്ന E4, D4 പോലുള്ള ഓപ്പണിംഗ് അല്ല ഇത്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു ഡേഞ്ചറസ് ഐഡിയ ഉണ്ട്. ഇതാണ് ഡ്രോപ്പ് ഗാംബറ്റ്. വൈറ്റ് പൗണ്ട് G4ലേക്ക് ഡ്രോപ്പ് ഓപ്പണിംഗ്. ബ്ലാക്ക് E5ലേക്ക്, വൈറ്റ് ബിഷപ്പ് G2വിലേക്ക് ഡ്രോപ്പ് ഗാംബറ്റ്. ബ്ലാക്ക് D5ലേക്ക്, വൈറ്റ് G4ലെ പൗണിനെ G5ലേക്ക് നീക്കിക്കൊണ്ട് പോൺ സാക്രിഫൈസ് ചെയ്യുന്നു. ഉടൻ തന്നെ ബ്ലാക്ക് ക്യൂൻ ഉപയോഗിച്ച് പൗണിനെ ക്യാച്ചർ ചെയ്ത് G2വിലെ ബിഷപ്പിന് നേരെ അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് F7 സ്ക്വയറിലേക്ക് ആക്രമണം ശക്തമാക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിന് നേരെ അറ്റാക്ക് കൊണ്ടുവരുന്നു. ഉടൻ തന്നെ വൈറ്റ് നൈറ്റിനെ F3യിലേക്ക് കൊണ്ടുവന്ന് ക്യൂനിന് നേരെ അറ്റാക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്യൂനെ G2വിലേക്ക് കൊണ്ടുവന്ന് റൂക്കിന് നേരെ അറ്റാക്ക് നടത്തുന്നു. എന്നാൽ വൈറ്റ് ഉടൻ തന്നെ ബിഷപ്പ് ഉപയോഗിച്ച് F7 സ്ക്വയറിലെ പൗണിനെ ക്യാച്ചർ ചെയ്ത് ചെക്ക്. ബ്ലാക്ക് കിങ് ബിഷപ്പിനെ ക്യാച്ചർ ചെയ്ത് F7 സ്ക്വയറിലേക്ക് വരുന്നു. വൈറ്റ് റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ക്യൂനിന് നേരെ വീണ്ടും അറ്റാക്ക്. ബ്ലാക്ക് ക്യൂനെ H3യിലേക്ക് മാറ്റേണ്ടി വരുന്നു. ഇതാണ് ക്വീൻ ട്രാപ്പ്. വൈറ്റ് ഉടൻ തന്നെ നൈറ്റിനെ G5ലേക്ക് ചാടിച്ച് ചെക്ക്. അതോടൊപ്പം ക്യൂനിനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് നൈറ്റ് ഫോക്ക്. ഇതോടെ ബ്ലാക്ക് കിങ്ങിന് മാറേണ്ടി വരുന്നു. അതിനുശേഷം വൈറ്റ് ബ്ലാക്കിന്റെ ക്യൂനെ ക്യാച്ചർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഡ്രോപ്പ് ഓപ്പണിംഗ് ഇഷ്ടപ്പെട്ടോ? ഈ ട്രാപ്പ് നിങ്ങളുടെ ഒപ്പോണന്റിനെതിരെ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കൊമെന്റിൽ പറയൂ. ഇതുപോലെയുള്ള ക്വീൻ ട്രാപ്പ്, നൈറ്റ് ഫോക്ക്, ഓപ്പണിംഗ് ട്രാപ്പ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.